25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകട കിട്ടാനോ മക്കളെ? വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. നഫീസ് ഉമ്മാനെ ചൊറിയാൻ പോയ മൊയ്‌ലിയാർ ഏറിലായി. ചുട്ട മറുപടി കൊടുത്ത് മകൾ. ഇങ്ങളൊന്നും വരുന്നില്ല മക്കളെ. വൈറലായി പൊളിമൂട് നഫീസ് ഉമ്മാന്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പറഞ്ഞത് ഇങ്ങനെയല്ല. സംഭവം മൂപ്പരുടെ വൈഫ് ഇത് കണ്ട് ഹാലിളകിയതാവാം ഇങ്ങനെ ഇയാളെ കൊണ്ട് പറയിപ്പിച്ചത്. യാത്രയെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അതിന് പ്രായം ഒരു തടസ്സവുമില്ല. പിന്നെ എന്താണ് തടസ്സം? മതമാണോ? ഇസ്ലാമികമായി ഒരു സ്ഥലത്തും യാത്രയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. മറിച്ച് യാത്ര ചെയ്യണം എന്നാണ് പറഞ്ഞതും. എന്തൊക്കെയാണെങ്കിലും മൊയ്‌ലിയാർ എയറിലാണ്. ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണം. മഞ്ഞിൽ കളിക്കാനല്ല പോകേണ്ടത്. വയസ്സുകാലത്ത് ദിക്റും ചൊല്ലി മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ. മതപ്രഭാഷണം നടത്തുന്ന വേദിയിലാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മകൾ കൊടുത്ത മറുപടിയാണ് വൈറലായത്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ? യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ പരന്നുകിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി മണാലിയിൽ പോയ വീഡിയോ വൈറലായത്. മഞ്ഞ് കണ്ടാൽ പിന്നെ സന്തോഷിക്കാത്തവർ ആരാണുള്ളത്? അതുപോലെ തന്നെ ഉമ്മച്ചിയും നല്ലോണം ആഘോഷിച്ചിരുന്നു. 23 വർഷമായി ഭർത്താവ് മരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ വളരെ ആനന്ദമാക്കും. എന്നാൽ സഖാഫിയുടെ പ്രഭാഷണം ഉമ്മയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉമ്മാന്റെ കണ്ണീരിന് ഇയാൾ സമാധാനം പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ അറ്റാക്കും അശ്ലീല കമന്റുകളുമൊക്കെ മിക്കവാറും ചർച്ചയാവാറുള്ളതാണ്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും നന്മയ്ക്കായി മനുഷ്യരെ ചേർത്ത് നിർത്താനുമായി സോഷ്യൽ മീഡിയ ഒന്നിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കടന്നുപോയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മക്കൾക്കൊപ്പം ഒരു യാത്ര പോയതിന് പഴികേട്ട നഫീസുമ്മയെ ചേർത്ത് നിർത്തുകയാണ് സോഷ്യൽ ലോകം.